അല്ല നോക്കുക ജിംസ്, ഞാൻ രണ്ട് പേരുടെ പ്രസക്തമായ വാചകങ്ങളാണ് ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന് ദത്താത്രേയ കുശപിള്ളയുടേതാണ്. അദ്ദേഹം RSSന്റെ വൈസ് ക്യാപ്റ്റനാണ്. അങ്ങേക്ക് അറിയാമല്ലോ, അദ്ദേഹത്തെ കാണാനാണ് തൃശ്ശൂരിൽ പോലീസ് ADGP തലയിൽ മുണ്ടിട്ട് പോയത്. എന്തു ആയിക്കോട്ടെ, ഈ ദത്താത്രേയ കുശപിള്ള ഒരു ദിവസം ബീഹാറിൽ ഈ RSS നേതാക്കളോട് സംസാരിക്കവേ പറയുന്നുണ്ട്, നമുക്ക് RSSന് ഭരിക്കാൻ BJP അധികാരത്തിൽ വരണമെന്നില്ല, RSSന് ഭരിക്കാൻ BJP അധികാരത്തിൽ വരണമെന്നില്ല എന്ന് RSSന്റെ ദേശീയ വൈസ് ക്യാപ്റ്റൻ ദത്താത്രേയ കുശപിള്ള പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. രണ്ട്, ആനി രാജയാണ്. അവരെന്താണ് പറഞ്ഞത്? അവർ പറഞ്ഞത് കേരളത്തിലെ പോലീസിനുള്ളിൽ RSSന്റെ ഒരു ഫ്രാക്ഷൻ ഉണ്ട് എന്നാണ്. ഇത് രണ്ടും ശരിയാണ് എന്ന് ശരിവെക്കുകയാണ് ഈ കേസിലെ സർക്കാരിന്റെ വെപ്രാളം. ഏതാണ്ട് 6 വർഷം 7 വർഷം 8 വർഷം കഴിഞ്ഞു കൊടുത്ത പരോളിന്റെ കാര്യമല്ല നമ്മൾ പറയുന്നത്. 40 വർഷത്തേക്ക് ജീവപര്യന്തരം ശിക്ഷിച്ച, ഏതാണ്ട് അയാളുടെ ജീവിതകാലം മുഴുവൻ ജയിലഴിക്കുള്ളിൽ എണ്ണി തീർക്കേണ്ടി വരണം എന്ന ഉദ്ദേശത്തോടു കൂടി, ആ ഇന്റൻഷനോടുകൂടി ഒരു സ്പെഷ്യൽ ഇന്റൻഷൻ എടുത്ത് ബഹുമാനപ്പെട്ട കോടതി വിധിച്ച ഒരു വിധി, ആ വിധി പൂർത്തിയായി ഏതാണ്ട് 3 മാസം പൂർത്തിയാവുന്നതിന് മുമ്പ്, 90 ദിവസം തികച്ച് ജയിലിൽ കിടക്കുന്നതിന് മുമ്പ് അയാൾക്ക് പരോൾ അനുവദിക്കപ്പെട്ടു. അപ്പൊ നമുക്ക് പറയാം, അയാളുടെ വീട്ടിലെ മരണവുമായി ബന്ധപ്പെട്ടാണ്. സ്വാഭാവികമായും അയാൾക്ക് അത് കിട്ടാനുള്ള മനുഷ്യാവകാശമുണ്ട്. ഓക്കെ, സമ്മതിച്ചു. 3 ദിവസത്തെ പരോളല്ലേ അനുവദിക്കുന്നത്. ആ 3 ദിവസത്തെ പരോള് നീട്ടിക്കൊടുക്കാനുള്ള ഉത്തരവ് ജയിൽ സൂപ്രണ്ടന്റിന് ഒറ്റയ്ക്ക് എടുക്കാൻ സാധിക്കുമോ? ഇനി എടുത്തത് ആരാണെങ്കിലും എന്താണ് ചട്ടം 397 പറയുന്നത്? ഒരു കാരണവശാലും റേപ്പ് കേസ് പ്രതികൾക്ക് ഈ ഷോർട്ട് പാൻ ഓഫ് ടൈമിൽ ഇത് കൊടുക്കാൻ പാടില്ല, പരോള് കൊടുക്കാൻ പാടില്ല. 2, റേപ്പ് കേസ് പ്രതി എന്നാണ് പറയുന്നത്. അത് പോക്സോ കേസ് ആണെങ്കിലോ, പോക്സോ കേസ് ആണെങ്കിൽ അതിനെപ്പറ്റി പരിഗണിക്കുക പോലും വേണ്ട എന്നാണ് നിയമവും ആയതുമായി ബന്ധപ്പെട്ട മുൻകാല സുപ്രീം കോടതിയുടെയും ഹൈക്കോടതികളുടെയും മുൻകാല വിധികളും നമ്മുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയാണ്. പക്ഷെ സർക്കാരിന് ഒരു വെപ്രാളം. ഈ പാലത്തായി കേസിലെ പീഡകൻ, പോക്സോ കേസ് പീഡകൻ, അയാൾ അങ്ങനെ അധികം ദിവസം ഉള്ളിൽ കടക്കുമ്പോൾ സർക്കാരിന് എന്തോ ഒരു ദണ്ണം, ഒരു വിഷമം. അതുകൊണ്ട് സർക്കാർ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അങ്ങ് പറഞ്ഞതുപോലെ ഈ KSRTCയുടെ മുഴുവൻ സൈഡിലും, ഏതൊക്കെ സൈഡിൽ ഒട്ടിക്കാമോ ആ സൈഡിൽ മുഴുവനും, ഇനി അടിയിൽ ഒട്ടിച്ചിട്ടുണ്ടോ അതിന്റെ മെക്കാനിക്കിനോട് ചോദിക്കണം. ഈ കടന്ന അടിയിലൊക്കെ നോക്കുമ്പോൾ അതിന്റെ അടിയിൽ ഒട്ടിച്ചിട്ടുണ്ടോ എന്നറിയില്ല. എല്ലാ സൈഡിലും 4 ചുറ്റിലും പിണറായി വിജയന്റെ ചിരിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ. അത് ഒറിജിനൽ ഫോട്ടോ അല്ല, AI ആണ്. കാരണം പിണറായി വിജയൻ ചിരിക്കുന്ന ഫോട്ടോ കിട്ടിയില്ല. അതുകൊണ്ട് ChatGPTയോട് പറഞ്ഞ് ഒരു വിധത്തിൽ അവരുണ്ടാക്കി കൊടുത്താണ്. ആ ചിരിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ വെച്ചുകൊണ്ട് 4 സൈഡിലും അവൾക്കൊപ്പം സ്ത്രീ സുരക്ഷയിൽ 1ാം സ്ഥാനത്ത് എന്ന് പറയുന്ന സർക്കാർ ആ വാചകങ്ങളെ ആകെ അവഹേളിക്കുന്ന തരത്തിൽ പൊതുസമൂഹത്തിൽ ബുദ്ധിയും വിവരവുമുള്ള, തലയിൽ മൂളയുള്ള, അങ്ങനെ തന്നെ പറയേണ്ടി വരും, തലയിൽ കുറച്ചെങ്കിലും മൂളയുള്ളവരുടെ എല്ലാം മുഖത്ത് നോക്കി ഇളിച്ചു കാണിക്കുന്ന രീതിയിൽ സർക്കാർ നിലപാട് സ്വീകരിക്കുകയാണ്. എന്നിട്ട് ആ പാർട്ടിക്കുള്ളിൽ ഒരാൾ പോലും അത് ചോദിക്കാൻ തയ്യാറാവുന്നില്ല. ഇനി ഈ വിഷയത്തിൽ തുടക്കം തൊട്ട് അനധികൃതമായി ഇടപെട്ടു എന്ന് നമ്മൾ പറയുന്ന ആരാണ്? അവരെ വിളിക്കുന്നത് ടീച്ചറമ്മ എന്നാണ് ഇവര് തന്നെ വിളിക്കുന്നത്. അമ്മ എന്നൊരു വാക്കില്ലേ? ഞാൻ ചോദിക്കുന്നത്, ഈ അമ്മ എന്ന് പറയുന്ന ഒരു വാക്കുള്ള ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് ഒരു പോക്സോ കേസ് പ്രതിക്ക് വേണ്ടി പരിധി വിട്ട്, സ്വന്തം പാർട്ടിക്കാരൻ പോലും അല്ല, പരിധി വിട്ട് ഇടപെടാൻ സാധിക്കുന്നത്? ആ വിഷയങ്ങളിൽ അനാവശ്യമായ കൈകടത്തൽ നടത്താൻ സാധിക്കുന്നത്? പിന്നെ എങ്ങനെയാണ് നമുക്ക് അവരെ അമ്മ എന്ന് വിളിക്കാൻ പറ്റുക? അപ്പോ പ്രായപൂർത്തിയായിട്ടില്ലാത്ത ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ച പീഡകൻ, RSSകാരൻ, സംഘ് പരിവാർകാരൻ, BJPക്കാരൻ, അയാളെ സംരക്ഷിക്കാൻ വേണ്ടി ഈ സർക്കാർ ഓവർ ടൈം പണിയെടുക്കുകയാണ്. അതിൽ നിന്ന് വളരെ കൃത്യമായി വ്യക്തമാകും RSSനെ ഈ സർക്കാരിന് പേടിയാണ്. RSS ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും, കിടക്കാൻ പറയാഞ്ഞാൽ മുട്ടിലിഴയുകയും ചെയ്യുന്ന ഒരു സർക്കാരായി ഈ സർക്കാർ മാറി എന്നതിന്റെ ഏറ്റവും അടുത്തുള്ള, ഏറ്റവും റൈറ്റ് ഇമ്മീഡിയറ്റ് തെളിവാണ് ഈ പാലത്തായി കേസിൽ ഇവർ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്. ഇനി നോക്കൂ, അടുത്ത ദിവസം ഹൈക്കോടതി ഇയാളുടെ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ പരിഗണിക്കാനിരിക്കുകയാണ്. ഇയാൾ ഈ പറയുന്ന വിധി ഘോഷിക്കണം എന്നടക്കം ആ പെറ്റീഷനിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അപ്പോ പ്രോസിക്യൂഷൻ എന്ത് സ്റ്റാൻഡാണ് അവിടെ എടുക്കാൻ സാധിക്കുക? എന്താണ് സർക്കാരിന്റെ സ്റ്റാൻഡ്? സർക്കാർ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോ ഡിഫൻസ് വക്കീൽ ചോദിക്കില്ലേ, നിങ്ങളുടെ സർക്കാർ തന്നെയല്ലേ 90 ദിവസത്തിന് പൂർത്തിയാവുന്നതിന് മുമ്പ്, 90ാമത്തെ രാത്രിയിലെ ചന്ദ്രനെ കാണുന്നതിന് മുമ്പ് അയാളെ സ്വൈര്യവികാരത്തിന് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്? അപ്പോ ഒരുപക്ഷെ സർക്കാർ പറയുമായിരിക്കും അത് മരണവുമായി ബന്ധപ്പെട്ട്. പക്ഷെ അതിനുശേഷവും അയാൾക്ക് വെളിയിൽ തുടരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് നിങ്ങളുടെ സർക്കാരല്ലേ? നിങ്ങളുടെ സർക്കാരിന് പിന്നെ എങ്ങനെയാണ് അയാൾ ഈ പറയുന്ന വിധി ഘോഷിക്കണമെന്ന കേസിൽ വാദം പറയാൻ സാധിക്കുന്നത്?
നമ്മൾ എന്തൊക്കെ ധാർമ്മികതയുടെ വശം പറഞ്ഞാലും നിയമത്തിൻ്റെതായിട്ടുള്ള ഫ്രെയിം വർക്ക് ഉണ്ട്. അതിൽ ഇത്തരം സ്റ്റാൻഡുകൾ സർക്കാർ ഇപ്പോ അയാൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന പരോള് പോലും അയാളുടെ ഈ പഴയ വിധി കോഷ് ചെയ്യപ്പെടണം എന്ന അയാളുടെ വാദത്തിന് ബലം കൊടുക്കുന്നതാണ്. അയാൾക്ക് കോടതിയിൽ അത് ഗുണം ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ സഹപാനലിസ്റ്റായ അഭിഭാഷകൻ അത് പറയട്ടെ. അപ്പോ അയാൾക്ക് ഭാവിയിൽ കോടതിയിൽ ഉപകാരപ്പെടുന്ന രീതിയിൽ പോലും ഒരു നിലപാട് സർക്കാർ സ്വീകരിക്കുന്നത് ആരെ പ്രീണിപ്പിക്കാനാണ്? ആ പ്രീണനം RSSന്റെ എന്തെങ്കിലും 4, 3, 7 വോട്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കിട്ടാമെന്ന് എവിടെ നിന്നെങ്കിലും വാഗ്ദാനം കിട്ടിയിട്ടുണ്ടോ? അത് കണ്ടിട്ടാണോ സർക്കാർ ഇത്തരത്തിലൊരു നെറുകേടിന്, വൃത്തികേടിന്, കൊള്ളരുതായ്മയ്ക്ക് ഇറങ്ങി പുറപ്പെടുന്നത്? ഇയാളെ സംരക്ഷിക്കാനും ഇയാൾക്ക് സ്വൈരവികാരം നടത്താനും ഇയാളുടെ തോന്നിവാസങ്ങൾക്ക് മുഴുവനും ജയിലിന്റെ വാതിൽ മലക്കെ തുറന്നിട്ട് കൊടുത്തവരുടെയൊക്കെ വീട്ടിൽ കുഞ്ഞുമക്കളില്ലേ, പെൺമക്കളില്ലേ, പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളില്ലേ ഇവന്മാരുടെ ഒന്നും വീട്ടിൽ? എന്നിട്ടാണോ ഈ പീഡകനെ ഇങ്ങനെ തുറന്ന് ചുമപ്പൻ പരവതാനിയിട്ട് ജയിലിൽ നിന്ന് അയാളുടെ വീട്ടിലേക്ക് അവിടം വരെ ഈ പരവതാനി വിരിച്ചു കൊടുത്ത് സ്വൈര്യവികാരത്തിന് വിടുന്നത് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവിടെയാണ് RSS BJP ഡീൽ, RSS CPM ഡീൽ എന്ന ഞങ്ങളുടെ വാദത്തിന് ശക്തി ഏറുന്നത്. ശരി.